ഇന്ന് നമ്മൾ ബീഡ് വെച്ചിട്ടുള്ള അരി വർക്കാണ് പഠിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ സാധാ എടുക്കുന്ന പോലെ ഒരു ചെയിൻ സ്റ്റിച്ച് എടുക്കുക. അതിൻ്റെ അകത്ത് നമ്മൾ ഞാനിപ്പോൾ 2 ബീഡ് വെച്ചിട്ടാണ് കാണിക്കുന്നത്. സിംഗിൾ ബീഡ് വെച്ചിട്ട് നമ്മൾ ഈ സെയിം മെത്തേഡിൽ ചെയ്യുന്നുണ്ട്, അത് ഞാൻ കാണിക്കുന്നില്ല. ഡബിൾ മെത്തേഡ് വെച്ചിട്ട് തന്നെ കാണിക്കാം. 2 ബീഡ് ഇതിനുള്ളിലാക്കുക. എന്നിട്ട് ചെയിൻ സ്റ്റിച്ച് പോലെ എടുത്തിട്ട് അതിനുള്ളിൽ 2 ബീഡ് കയറ്റിയിട്ട് താഴെ അതുപോലെ തന്നെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് അടുത്ത് ചെയിൻ സ്റ്റിച്ച് നമ്മൾ സാധാ ചെയിൻ സ്റ്റിച്ച് എടുക്കുന്ന പോലെ എടുക്കുക. പിന്നെ നമ്മുടെ നീഡിലിൽ എത്ര ബീഡ് വെച്ചിട്ടാണ് നമ്മൾ കോർക്കുന്നത് അതുപോലെ കോർക്കുക. അപ്പോൾ സിംഗിൾ ബീഡാണെന്നുണ്ടെങ്കിൽ സിംഗിൾ ബീഡ് മാത്രം വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്യുക. ഡബിൾ ബീഡാണ് വെക്കുന്നതെങ്കിൽ ഡബിൾ ബീഡ് വെച്ചിട്ട് ചെയ്യാം. ഇപ്പം ബീഡ് കോർക്കാൻ അറിയത്തില്ലാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ നമ്മൾ ബീഡ് നമ്മുടെ ചെറിയ വിരൽ ബാലൻസ് പിടിച്ചിട്ടാണ് ബീഡ് നീഡിലെ കയറ്റുന്നത്. ഇപ്പോൾ 2 ബീഡ് എടുക്കുന്നെങ്കിൽ 2 ബീഡ് എടുത്ത് തന്നെ ചെയ്യുക. ഓരോന്ന് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് ബുദ്ധിമുട്ടാവും, ചെയ്യാൻ താമസം എടുക്കും. 2 ബീഡ് എടുത്തിട്ട് ആ ചെയിൻ സ്റ്റിച്ചിനുള്ളിലോട്ട് കൊളുത്തിയിട്ട് നീഡിൽ കൊളുത്തിയിട്ട് അതിനുള്ളിലോട്ട് നീഡിലേ ഉള്ള ബീഡ് വെക്കുക. എന്നിട്ട് അവിടെ തന്നെ എവിടെയാണോ വെക്കുന്നത് അതിൻ്റെ താഴെയും തന്നെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് എടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ബീഡ് വർക്ക് ചെയ്യുന്നത്. ഈ മെത്തേഡ് വെച്ചിട്ടാണ് ഫുള്ള് നമ്മൾ അരിയിൽ ബീഡ് വർക്ക് ഡിസൈൻസ് എല്ലാം ചെയ്യുന്നത്. നമ്മൾ ഏത് ടൈപ്പ് നീഡിൽ വെച്ച് ചെയ്താലും ഈ ഒരു മെത്തേഡിലാണ് നീഡിലിനുള്ളിൽ ബീഡ് എടുക്കുക. ഏത് ടൈപ്പാണെങ്കിലും ആ നീഡിലിനുള്ളിൽ ആ ബീഡ് കോർത്തിട്ട് ത്രെഡ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഓരോ ബീഡിനും സെപ്പറേറ്റ് എന്നല്ല, എല്ലാ ബീഡും സെയിം ആയിട്ട് തന്നെയാണ്, ഇതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇതിപ്പം നമ്മൾ ത്രിബിൾ എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം, സിംഗിൾ എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യാം. നീഡിൽ നമ്പർ എന്ന് പറഞ്ഞാൽ 14.05 ആണ് നമ്മുടെ നീഡിൽ വരുന്നത്. ഈ നീഡിൽ വെച്ചിട്ടാണ്